കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ, ഒരു 100 രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ, എന്താ വഴിന്ന്. ഇത്ര തവണയായി ഓരോ നുണയും പറഞ്ഞ് നീ അവളുടെ കടം വാങ്ങുന്നു. എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയ ഒരു പേരിട്ടത്, വേൾഡ് ബാങ്ക്, ലോക ബാങ്ക്. വർഷ, ഗുഡ് മോർണിംഗ്. സോറി, ഐ ആം റിയലി സോറി. താൻ തടഞ്ഞു വേണതിന് ഞങ്ങളോട് എന്തിനാ സോറി പറയുന്നത്? ഒന്നുമില്ല, എന്നാലും സോറി. താങ്ക് യു. ഓ സോറി, മറന്നു. ബിജു, എന്താ ബർത്ത്ഡേയാ? ഓ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. താങ്ക്സ്. കഴിഞ്ഞ ആഴ്ചയല്ലേ സ്വീറ്റ്സ് തന്നത്? അപ്പൊ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു? അതെന്റെ. അപ്പോ കഴിഞ്ഞ മാസോ? അത് മമ്മിയുടെ. അപ്പൊ ഇതോ? ഇത് ഗ്രാൻഡ് മദറിന്റെ. ഷീസ് 86 നൗ. എന്റെ അമ്മ. എടാ ബിജു, നീ പറഞ്ഞ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ തിരിച്ചെടുത്തോ? എനിക്ക് വർഷയോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ പക്ഷേ? ഹലോ. പ്രായമായ 3 സഹോദരിമാര്, രോഗിയായ അമ്മ, വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴുക്കുടിയനായ അച്ഛൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെ പോലെ മോഹങ്ങളുണ്ടാവില്ലേ? അതൊരു തെറ്റാണോ? വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത്, ഒരു ചായ കുടിക്കുന്നത് പാവാണോ? എന്നിട്ടോ മൂർഖം കടക്കാരൻ ഭാസ്കരേട്ടൻ എന്റെ കുത്തിരി പിടിച്ചു നിർത്തി. ഒരു 100 രൂപ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാമായിരുന്നു. ഞാൻ തന്നല്ലോ, അത് അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തില്ലേ? അത് ജ്യൂസ് കടക്കാരൻ ദേവസ്യേട്ടന്റെ മുഖത്ത്. ഇത് മനസ്സിലായി. ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് പല കുട്ടികളും എന്റെ കാശ് വാങ്ങുന്നുണ്ട് ഭവിഷ്യ. എന്നെ കൂടുതൽ പെടുത്തരുത്. അയ്യോ ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. 100 രൂപയല്ലേ, തരാം. എല്ലാം കൂടി മറക്കാതെ അടുത്ത ആഴ്ച തിരിച്ചു തന്നേക്കണം. ഉറപ്പാണേ? അതുറപ്പ്. അതവന്റെ പോക്കറ്റ്സിൽ. താങ്ക് യു. ഒരുപാട് ആയിട്ട് അലച്ചതാണ് മോനെ.